തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത യോഗം ആരംഭിച്ചു. പൂരപ്രദർശനത്തിന്റെ തറവാടക ഉയർത്തിയതിനാലാണ് യോഗം ചേർന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡാണ് 2.25 കോടി രൂപ തറവാടകയായി ആവശ്യപ്പെട്ടവരുമായി മനോജ് ചേരുകയാണ്. മനോജ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ത്തിന്റെ തറവാടക ഭീമമായി വർദ്ധിച്ചതിലാണ് ഇത്തരത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്ത യോഗം കൂടിയിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് 2.25 കോടി രൂപയാണ് ഈ പൂരപ്രദർശനത്തിന്റെ തറവാടകയായി ആവശ്യപ്പെടുന്നത്. 2024 ഭൂമി വിട്ടു നൽകണമെങ്കിൽ ഈ മുഴുവൻ തുകയും കെട്ടിവെക്കണമെന്നാണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഇതിനെതിരെയാണ് പാറമേക്കാവ് ദേവസ്വവും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവും രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:30 ഇത്തരത്തിൽ യോഗം ആരംഭിച്ചത്. ഈ യോഗത്തിൽ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും അതുപോലെ തന്നെ മറ്റ് പൂരപ്രേമികളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇത് തന്നെ കൃത്യമായും CPM-ന്റെ നിയന്ത്രണത്തിലുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഒരു അജണ്ടയാണ് എന്നാണ് ഈ ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഇത്രയധികം വലിയൊരു സാംസ്കാരിക ഉത്സവം നടക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഈ ദേവസ്വം ബോർഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ഈ ഒട്ടനവധി ചെലവുകൾ ഈ ഇരു ദേവസ്വങ്ങൾക്കുമുണ്ട്. അതായത് 8 ഘടകക്ഷേത്രങ്ങൾക്ക് ഉൾപ്പെടെ അവരുടെ പൂരത്തിന് വേണ്ട ആന, വാദ്യമൊക്കെ തന്നെ അതിന്റെയൊക്കെ ചിലവ് വഹിക്കുന്ന ഈ ഒരു 2 ദേവസ്വങ്ങളെയും സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നതെന്നാണ് ഈ യോഗത്തിൽ തന്നെ വ്യക്തമാക്കുന്നത്. മനോജാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.